ഉണ്ടാവണം. ഓഫ് കോഴ്സ് ഓളിയോ ആണ് അതിന്റെ ഒരു കീ പാരാമീറ്റർ. നമ്മൾ ഇന്ന് നോക്കുന്ന BTST സ്ട്രാറ്റജിയാണ് ബൈ ടുഡേ സെൽ ടുമോറോ. അപ്പം ആക്ച്വലി മാർക്കറ്റിൽ BTST അലൗഡ് അല്ല, എന്നാലും നമുക്ക് ചെയ്യാവുന്നുള്ളൂ. കാര്യം എന്തുകൊണ്ട് അലൗഡ് അല്ല എന്ന് ആദ്യമേ ഞാൻ പറയാം. നമ്മുടെ മാർക്കറ്റിന്റെ ഒരു സ്റ്റൈൽ വെച്ചിട്ട് ഇമ്മീഡിയറ്റ് ഡെലിവറി മാർക്കറ്റിലില്ല. നമ്മുടെ മാർക്കറ്റിൽ എൻഡ് ഓഫ് ദ ഡേ മാത്രമാണ് യൂഷ്വലി നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളത് 3:15 അത് നമ്മൾ ഇൻട്രാഡേയിൽ എടുക്കുവാണെങ്കിൽ ഓക്കെ, ഇൻട്രാഡേയിൽ അവർക്ക് അറിയാം അത് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. പക്ഷെ വൈകിട്ട് ഇൻട്രാഡേക്ക് കൊടുത്ത സ്റ്റോക്കുകളുടെ കൊണ്ട് തിരിച്ചെല്ലാം ക്ലോസ് ചെയ്ത് വന്നതിന് ശേഷം മാത്രമേ ഡെലിവറി അലോക്കേഷൻ യൂഷ്വലി നടക്കാറുള്ളൂ, ഷോർട്ടേജ് ഉണ്ടെങ്കിൽ. അല്ല, ഷോർട്ടേജ് ഇല്ലെങ്കിൽ അന്നേരം ഓൺ ദ സ്പോട്ടിൽ തന്നെ അലോക്കേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ഡിമാറ്റിലേക്ക് വരണമെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ മാത്രമേ അത് കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്ത് നമ്മുടെ ഡിമാറ്റിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഓർഡർ ഇട്ടിട്ടുണ്ടാവും, ബ്രോക്കർ കാണിക്കും നമുക്ക് ബൈ ഒക്കെ കിട്ടിയെന്ന്. പക്ഷെ ആക്ച്വലി അത് ഫിസിക്കലി നമുക്ക് ഡെലിവറി ചെയ്യുന്നത് എൻഡ് ഓഫ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആയിരിക്കും. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ഇട്ടു, നമ്മൾ കിട്ടിയെന്ന് വെച്ചിട്ട് ഇരിക്കും, നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നമ്മൾ എടുത്ത് വിൽക്കുന്നു. സപ്പോസ് ആ സ്റ്റോക്ക് എൻഡ് ഓഫ് ദി ഡേയിൽ നമ്മൾ അവർ ഓർഡർ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് തരാനുള്ള ക്വാണ്ടിറ്റി അവിടെ സഫീഷ്യന്റ് ഇല്ല എങ്കിൽ അത് നമുക്ക് അലോക്കേറ്റ് ആവത്തില്ല. അലോക്കേറ്റ് ആവാതെ വരുമ്പോൾ നെക്സ്റ്റ് ഡേ നമ്മളെടുത്ത് വിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ബ്രോക്കർ നമ്മൾ വിറ്റതായിട്ട് കാണിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഇൻട്രാഡേയും വിൽക്കാമല്ലോ. അപ്പോൾ വിറ്റതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോക്ക് നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ അതെടുത്ത് രാവിലെ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു മേടിക്കുന്നുമില്ല. അത് ഇല്ലാത്ത സ്റ്റോക്ക് വിറ്റെന്ന് ഒരു കൺസെപ്റ്റായി മാറും. അപ്പോൾ ഇല്ലാത്ത സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ അതിന് പെനാൽറ്റി ഉണ്ട്. രണ്ടാമത്തെ ദിവസത്തെ മൂന്നാമത്തെ ദിവസത്തെ ഹൈയസ്റ്റ് ഹൈ വെച്ചിട്ട് അതിൻ്റെ കൂടെ 12% 14% പെനാൽറ്റിയും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ എല്ലാം ചാർജും ചേർത്ത് നല്ലൊരു എമൗണ്ട്, നമ്മുടെ ഒരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അവർ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് തിരിച്ചേർത്തോളൂ. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഇങ്ങനത്തെ പണികൾ കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഇതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി നമ്മൾ BTC എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ വോളിയത്തിന്റെ മറ്റൊരു ഫേസ് ആണ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ലിക്വിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന്? ആരെങ്കിലുമൊക്കെ വർത്തമാനം പറയൂ. മാർക്കറ്റിലുള്ള ഓർഡേഴ്സ് അല്ലേ? അത് ശരിയാണ്. ലിക്വിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ആസ്തി എത്ര പെട്ടെന്ന് നമുക്കത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു, അതാണ് അതിന്റെ ഒരു ലിക്വിഡിറ്റി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ലിക്വിഡ് അസറ്റുകൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതായത് അധികം നഷ്ടമില്ലാതെ അതിന്റെ ഒരു അസറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ മാർക്കറ്റ് വിലയിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാതെ നമുക്ക് എത്രയും പെട്ടെന്ന് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സ്റ്റോക്ക് ഉണ്ട്, അതിന് 100 രൂപ കറണ്ട് മാർക്കറ്റ് പ്രൈസ് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് വീണ്ടും 2 പ്രൈസുകൾ ഉണ്ടാവും, ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും ഉണ്ടാവും. അപ്പോൾ അത് സ്പ്രെഡ് ആയിട്ടെന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ഉള്ള പ്രൈസ് ആയിരിക്കത്തില്ല, നമുക്ക് വിൽക്കുമ്പോൾ അതിനകത്ത് സ്പ്രെഡിന്റെ ഒരു ഡിഫറൻസ് വരും. അപ്പം ആ സ്പ്രെഡ് വളരെ മൈനർ ആയിട്ട് നമ്മൾ വാങ്ങുന്നതിന് വളരെ അടുത്ത് നമുക്ക് വിൽക്കാൻ തന്നെ കിട്ടുവാണെങ്കിൽ അത് ഹൈലി ലിക്വിഡ് സ്റ്റോക്ക് ആണെന്ന് പറയാം. അതിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിനകത്ത് പ്രൈസിന് ഭയങ്കര നാരോ സ്ലിപ്പേജേ കാണത്തുള്ളൂ. അല്ല, അധികം ആൾക്കാരെ വിൽക്കാനും ഇല്ല വാങ്ങാനും ഇല്ല, അല്ലെങ്കിൽ ഇത് ഡിമാൻഡിങ് സ്റ്റോക്കാണ്, ആരും വിൽക്കുന്നില്ല, അപ്പോൾ വാങ്ങാനുള്ളവർക്ക് ഡിമാൻഡ് കൂടും, അപ്പോൾ ആ സ്പ്രെഡ് നീളും. ആ സ്പ്രെഡ് നീളുന്നതനുസരിച്ചാണ് വൈഡ് സ്പ്രെഡ് വരുന്നത്. അപ്പോൾ ബിഡിന്റെ ഒരു പ്രൈസിൽ നിന്ന് 2-3 രൂപ വ്യത്യാസമൊക്കെ ആയിരിക്കും ആസ്കിന്റെ പ്രൈസ്. അത് ഓപ്ഷൻ ചെയ്യുന്നവർക്ക് നല്ലതായിട്ട് അറിയാൻ പറ്റും. ഒരു 3-4 പോയിന്റ് ഒക്കെ വ്യത്യാസം കാണും. ചില സമയത്ത് നമ്മൾ ഓർഡർ സെല്ല് ചെയ്താൽ പോലും അത് വിറ്റ് പോവില്ല, ആ അവസ്ഥയൊക്കെ വരാറുണ്ട്. ഇല്ലിക്വിഡ്, അപ്പോൾ നമ്മൾ ഇല്ലിക്വിഡ് സ്റ്റോക്സ് എന്നൊക്കെ പറയും, ഇല്ലിക്വിഡ് സ്ട്രൈക്സ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ആസ്തി എത്രയും പെട്ടെന്ന് ആ മതിപ്പ് വില, മാർക്കറ്റ് വിലയിൽ നമ്മൾ വിറ്റഴിക്കുക. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ആയാലും അങ്ങനെ തന്നെ, ആ മാർക്കറ്റ് വിലയിൽ വിറ്റഴിക്കാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ ലിക്വിഡ് അസറ്റ്സ് എന്നാണ് പറയുന്നത്. ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന 2 രീതിയിലാണ്. ഓഫ് കോഴ്സ് ഓളിയം, നിങ്ങൾ പറഞ്ഞ പോലെ ഓളിയം വരുന്ന ബേസ് ചെയ്തിട്ടാണ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്പർ ഓഫ് ഓർഡേഴ്സ് ബൈ സെല്ല് വരുന്നത്. ഇപ്പൊ ഇതിനകത്ത് മാർക്കറ്റ് 2 തരത്തിലുള്ള ലിക്വിഡിറ്റികളാണ് പൊതുവെ ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസീവ് ലിക്വിഡിറ്റി, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രസീവ് ലിക്വിഡിറ്റി. ഈ പാസീവ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന സാധനം എന്തൊക്കെയാന്ന് പറയാം?
ഏറ്റവും ഏതെങ്കിലും ഒരു പ്രൈസിൽ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചേക്കുന്നത്? അതെ. പാസീവ് ലിക്വിഡിറ്റിയിൽ നമുക്ക് പല രീതിയിലുണ്ട്. നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടി ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കും. സെല്ല് നമ്മുടെ ടാർഗറ്റ് നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കും. അങ്ങനെ പല രീതിയിൽ നമ്മൾ ലിമിറ്റ് ഓർഡറുകൾ ഇട്ട് വെക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ലിമിറ്റ് ഓർഡർ നമ്മൾ കഴിഞ്ഞ ബാച്ചിൽ പഠിച്ചാണ് ഈ ലിക്വിഡിറ്റി എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ബേസിക്കലി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ അടിയിൽ, ഡൈനാമിക് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടിയിൽ, അല്ലെങ്കിൽ സ്റ്റാറ്റിക് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടിയിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ സിംഗിൾ ഓർഡർ അടിയിൽ, ഇങ്ങനെ പല പല ഏരിയയിൽ നമ്മൾ കഴിഞ്ഞ സ്മാർട്ട് മണി ഒക്കെ പഠിച്ചത് നമ്മൾ പറഞ്ഞു എവിടെയാണ് ലിക്വിഡിറ്റി പ്ലേസ് ചെയ്യുന്നത്. അത് സ്മാർട്ട് മണി കൺസെപ്റ്റ് ചെയ്തിട്ട് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഏരിയ വന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ എല്ലാം ഹിറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നേക്ക് നമ്മൾ കഴിഞ്ഞ ബാച്ചിൽ പഠിച്ചതാണ്. അപ്പോൾ അതാണ് അതിന്റെ ലിക്വിഡിറ്റിയുടെ ഒരു ഇത്. അപ്പോൾ ലിക്വിഡിറ്റിയിൽ ഒന്ന് പാസീവ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ പ്രീ ഡിറ്റർമിൻ ആയിട്ട് ഞാൻ ഈ വില വന്നാലേ വിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഈ വില വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് ലോസിനെ ഇറങ്ങും, അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി ഈ വിലയിൽ ഞാൻ വാങ്ങും എന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ട് വെക്കുന്ന ലിമിറ്റ് ഓർഡറുകളെയാണ് ഈ ലിക്വിഡിറ്റി ഓർഡേഴ്സ് എന്ന് പറയുന്നത്, അല്ല പാസീവ് ഓർഡേഴ്സ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഇത് നമുക്ക് എല്ലാവർക്കും കാണാവുന്നതാണ് പൊതുവെ. പക്ഷെ നമ്മൾ ഈ ബിഡ് ആൻഡ് ആസ്കിൽ കാണുന്നതെന്ന് പറയുന്നത് ഈ പാസീവ് ലിക്വിഡിറ്റി ആണ്. യൂഷ്വലി ബ്രോക്കേഴ്സ്, എല്ലാ ബ്രോക്കേഴ്സിന്റെ അവിടെ പൂൾ ഓഫ് ബ്രോക്കേഴ്സ് കണക്ട് ചെയ്തിട്ട് ഒരു ടെർമിനൽ വഴിയാണ് ഈ എല്ലാ ബ്രോക്കറിലും ഇത് ഡിസ്പ്ലേ ചെയ്യിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ കാണുന്ന ഒരു POCക്ക് അടുത്ത്, POC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, POIL, POC, പോയിന്റ് ഓഫ് കൺട്രോൾ എന്നൊക്കെ പറയുന്നത്, പോയിന്റ് ഇതെന്ന് പറയുന്നത് POC എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്ന വാല്യൂ ആണ്. വോളിയത്തിൽ പറയുവാണെങ്കിൽ POC എന്ന് പറയും. ഇനി മാർക്കറ്റ് പ്രൊഫൈലിൽ പറയുവാണെങ്കിൽ POC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേരം പ്രൈസ് നിൽക്കുന്ന ഒരു ഏരിയയും POC എന്ന് പറയാറുണ്ട് മാർക്കറ്റ് സ്ട്രക്ചറിൽ, അല്ല മാർക്കറ്റ് പ്രൊഫൈലിൽ. മറ്റേതിൽ വോളിയത്തിൽ ഏറ്റവും കൂടുതൽ വോളിയം നടക്കുന്ന പ്രൈസിനാണ് POC എന്ന് പറയുന്നത്. ആ POCക്ക് അപ്പുറം ഇപ്പുറം ഉള്ള കുറച്ച് വാല്യൂസ് മാത്രം നമ്മൾ ബിഡ് ആൻഡ് ആസ്കിൽ കാണുന്നത്. മേ ബി ഒരു 4 വാല്യൂസ് മേളിലോട്ട് 4 വാല്യൂസ് താഴോട്ടും ആണ് ബിഡ് ആൻഡ് ആസ്കിൽ കാണുന്നത്. പക്ഷെ അതിനപ്പുറത്തുള്ള പ്രൈസുകളിലും ആൾക്കാർ ബൈ സെല്ലും വരാറുണ്ട്. ഇപ്പോൾ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ പറയുന്ന സാധനം ഈ ഫാർ ഔട്ട് ഓഫ് ദ മണിയിലും ഫാർ OTMലും ഒക്കെ വരാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഹെഡ്ജ് ചെയ്യുമ്പോഴും അവിടത്തേക്കൊക്കെ ഫാറിലേക്കൊക്കെ ഹെഡ്ജ് ചെയ്യുന്ന OISും വരാറുണ്ട്. നമ്മുടെ സ്റ്റോക്കിന്റെ കേസിൽ ഏറ്റവും നിയറസ്റ്റ് POC അതിനടുത്തുള്ള കുറച്ച് പ്രൈസുകളിലാണ് ഇട്ട് വെക്കുന്നത്, നമുക്ക് കാണുന്നുള്ളൂ. അതിനപ്പുറത്തോട്ടും താഴോട്ടും മേലോട്ടും ഇഷ്ടം പോലെ ഉണ്ട്. അത് ഓർഡർ ബ്ലോക്ക് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എത്രത്തോളം അത് ഓർഡർ ബ്ലോക്ക് എത്ര പ്രൈസ് വരെ പോകുന്നുണ്ടെന്ന്. അപ്പം ഈ ഒരു ഇത് നമ്മൾ ബ്ലൈൻഡ്ലി നമ്മൾ ബിലീവ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് ലിമിറ്റ് ഓർഡേഴ്സ് ആണ്. പക്ഷെ മറ്റൊരു ലിക്വിഡിറ്റി അഗ്രസീവ് ലിക്വിഡിറ്റി ആണ്. അതായത് നമ്മൾ ഇടുന്ന മാർക്കറ്റ് ഓർഡേഴ്സ്. നമ്മൾ മാർക്കറ്റ് ഓർഡർ സാധനം വിൽക്കുകയാണെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓർഡർ എക്സിക്യൂട്ട്. അത് പല റേറ്റിൽ, അത് ഒന്നീ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചേക്കുന്നവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത്, ഇപ്പം നമ്മൾ ഒരു 100 എണ്ണം വിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ 50 എണ്ണം വിൽക്കുന്ന ഒരു പ്രൈസിലായിരിക്കും, 10 എണ്ണം വിൽക്കുന്ന വേറെ പ്രൈസിലായിരിക്കും, ബാക്കി 30 എണ്ണം വിൽക്കുന്ന വേറെ പ്രൈസിലായിരിക്കും. അങ്ങനെ പല പ്രൈസിലാണ് നമ്മുടെ മാർക്കറ്റ് ഓർഡറുകൾ എക്സിക്യൂട്ട് ആവുന്നത്. അപ്പം അത് അവിടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എഗനസ്റ്റ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള പ്രയോറിറ്റിയിലാണ് അത് വിറ്റ് സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ മാർക്കറ്റ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല എത്ര ക്വാണ്ടിറ്റിക്ക് ആരാ ഇടുന്നത്. നമ്മൾ ഈ ഒരു ലിമിറ്റ് ഓർഡേഴ്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു മാർക്കറ്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ മൊത്തം ചേഞ്ച് ആവും. അതാണ് നമ്മൾ ചിലപ്പോൾ ബിഡ് ആൻഡ് ആസ്ക് ഓക്കെ ബൈ കൂടുതലുണ്ടല്ലോ ഇതിൽ മേലോട്ട് പോകാൻ സാധ്യതയുണ്ട് നോക്കിയിരിക്കുമ്പോഴായിരിക്കും പ്രൈസ് താഴ്ത്തു വന്നത്. അതേതായിരിക്കും മേളിൽ ആരെങ്കിലും ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി വാങ്ങിയാൽ നേരെ മാർക്കറ്റ് ഓർഡറിൽ എക്സിക്യൂട്ട് ആകുമ്പോഴത്തേക്ക് അത്രയും സാധനം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ള ബൈ ഓർഡറുകളെല്ലാം അബ്സോർവ് ആയി പോകും. പിന്നെ ഈ സാധനം താഴേക്ക് പോകും. അങ്ങനെയാണ് യൂഷ്വലി ലിക്വിഡിറ്റി പോകുന്നത്. ഇപ്പോൾ ഡിമാൻഡ് ഇമ്മീഡിയറ്റ് എക്സിക്യൂഷൻ അറ്റ് ദ ബെസ്റ്റ് അവൈലബിൾ പ്രൈസ്, ദേ ക്രോസ് ദ ബിഡ് ആൻഡ് ആസ്ക് പ്രൈസ്, കൺസ്യൂം പാസ് ത്രൂ ദ ആക്ടിങ് ഓഫ് പ്രൈമറി. ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഇത് മനസ്സിലായില്ലേ കൺസെപ്റ്റ് ലിക്വിഡിറ്റി? അപ്പൊ ഇനി എന്തുകൊണ്ടാണ് BTSC സ്റ്റോക്കിന് ലിക്വിഡിറ്റി വേണമെന്ന് പറയുന്നത്? നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് സാധനം കിട്ടണം. നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വാങ്ങുന്നത്. ഇന്ന് വാങ്ങി കിട്ടണമെന്നൊന്നും ഇല്ല, കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വാങ്ങുന്നത് കൊണ്ട് ലിക്വിഡിറ്റി കൂടുതലുള്ള സ്റ്റോക്ക് ആകുമ്പോൾ നമുക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. എന്ന് വെച്ചാൽ ഒരുപാട് അവൈലബിലിറ്റി ട്രാൻസാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കൊണ്ട് നമുക്ക് സ്റ്റോക്ക് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. അതേ സെയിം കൺസെപ്റ്റാണ് നെക്സ്റ്റ് ഡേ വിൽക്കുമ്പോഴും നമുക്കിപ്പോൾ കിട്ടിയത് വിറ്റ് കഴിയുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. അതായത് ഒരു 90-95% നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ BTSC എടുക്കണം എന്ന് പറയുന്നത്. അത് ലിക്വിഡിറ്റി മെയിൻലി നമ്മൾ
വോളറ്റിലിറ്റി വെച്ചിട്ടും അതിന്റെ ഒരു വോളിയം വെച്ചിട്ടുമാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ BTSTക്ക് നമുക്ക് ഇൻട്രാഡേയിൽ നമ്മൾ വോളിയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ BTSTക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലിക്വിഡിറ്റിയാണ്. ഇനി BTSTയുടെ ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ BTST ട്രേഡ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്രോഫിറ്റിന് വേണ്ടി ഒന്നുമല്ല. നമുക്ക് BTSTയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രോഫിറ്റ് എത്രയാണ്? നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ഒരു പ്രോഫിറ്റ് എത്രയാണ്? അപ്പൊ ഞാൻ പറയുന്നത് BTST പറ്റിയതാണോ അല്ലയോ എന്ന്. 5 to 7 ഒക്കെ ഓക്കെയാണ്. ഓക്കെ, വേറെ 5 to 7%. പിന്നെ വാങ്ങിയ ആളെ വെക്കുകയാണെങ്കിൽ 20% യൂസ് ചെയ്യാം. അല്ല, നല്ലൊരു ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ ഒരു 3% ഓക്കെ. ഈ BTSTയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ആവറേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു 1 to 3% പ്രതീക്ഷിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. കാരണം അതിൽ കൂടുതൽ കിട്ടിയാൽ നമ്മുടെ ഭാഗ്യം, അല്ലെങ്കിൽ അത് താഴേക്ക് വരും. പക്ഷെ കൃത്യം സ്റ്റോപ്പ് ലോസ് വെക്കുക. നമ്മൾ എടുത്ത ഇന്റൻഷൻ തന്നെ നമ്മൾ ഇറങ്ങാൻ തയ്യാറായിരിക്കുക. അതായത് രാവിലെ ആദ്യത്തെ 15 മിനിറ്റിനകത്ത് തന്നെ ഇറങ്ങുന്നത് തന്നെ ആയിരിക്കും. മാർക്കറ്റ് തുടങ്ങി ഇമ്മീഡിയറ്റ്. യൂഷ്വലി BTST സ്റ്റോക്കുകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തലേന്ന് വാങ്ങും, പിറ്റേന്ന് രാവിലെ തന്നെ വിൽക്കും. ആ ഒരു കൺസെപ്റ്റിലാണ്. തലേന്ന് അവസാനത്തെ അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത്. 3 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത്. സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ആ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന വോളിയം, അതിനകത്തുണ്ടാകുന്ന ഇൻട്രസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് മോസ്റ്റ്ലി BTSTക്കാർ തന്നെ ആയിരിക്കാം അതിനകത്ത് വരുന്നത്. പിന്നെ വളരെ കുറച്ച് ഡെലിവറി ആൾക്കാരും കാണും. അപ്പം നെക്സ്റ്റ് ഡേ അതൊരു മുകളിൽ ഓപ്പൺ ചെയ്ത് താഴോട്ട് വരുന്ന ഒരു കൺസെപ്റ്റില്ല. നിങ്ങൾ മിക്കപ്പോഴും ഈ സ്ക്രീനിൽ വന്ന് സ്റ്റോക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നേരെ അത് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യും, നേരെ എന്നിട്ട് താഴോട്ട് വരും. താഴോട്ട് വന്നിട്ട് പക്ഷെ പ്രീവിയസ് ഡേ ലോ കട്ട് ചെയ്യാറില്ല യൂഷ്വലി, പക്ഷെ എന്നാലും താഴോട്ട് വരും. എന്നിട്ട് പിന്നെ മാത്രമേ ചിലപ്പോൾ അതിനടുത്ത ദിവസമൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു BTST കൺസെപ്റ്റിൽ എടുക്കുന്നതെങ്കിൽ രാവിലെ തന്നെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തത് വാട്ട് എവർ ഇറ്റ് ഈസ്. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ചില സമയത്ത് ലോസും വരാം, മിക്കപ്പോഴും ലോസും വരാം. ഈ ഒരു സ്ട്രാറ്റജി ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളപ്പോൾ കിട്ടിയിട്ടുള്ളത് മാർക്കറ്റ് കണ്ടീഷൻ ഒരു നല്ല ഒരു ബുള്ളിഷ് സ്ട്രക്ചറാണ്. നിഫ്റ്റിയൊക്കെ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടാണ് പോകുന്നത് എങ്കിൽ ഒരു 70% ഒക്കെ അതിന് ആക്യുറസി ഉണ്ട്. ഇല്ല, ഒരു സൈഡ് വൈസ് ഒക്കെ ആണെങ്കിൽ ഒരു 60% ഒക്കെ അതിന് ആക്യുറസി വരത്തുള്ളൂ. ഒരു സ്ട്രാറ്റജി നമുക്ക് മാർക്കറ്റിൽ 100% കിട്ടത്തില്ല. അപ്പം ഇതിന്റെ ഒരു ഇന്റൻഷൻ നമ്മൾ എടുത്തിട്ട് നെക്സ്റ്റ് ഡേ തന്നെ ഇറങ്ങുക. ഒരു 3% കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങുക. 5% 10% ഒന്നും നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വേണമെങ്കിൽ രാവിലെ തന്നെ മാർക്കറ്റിൽ അത് ആ സ്റ്റോക്കും ആ സെക്ടറും പെർഫോം ചെയ്യുന്നുണ്ടോ നോക്കുക. നമ്മൾ എടുത്ത സ്റ്റോക്കിന്റെ സെക്ടർ ഇപ്പോൾ ഓരോ ദിവസം ഇന്ന് പെർഫോം ചെയ്യുന്ന സെക്ടർ ആയിരിക്കും നാളെ. ഇന്നലെ മാർക്കറ്റ് ഫുൾ ഇടിഞ്ഞപ്പോഴും IT നല്ലതായിട്ട് പെർഫോം ചെയ്തു. ആരെങ്കിലും പ്രതീക്ഷിച്ചാണ്? അപ്പം മൺഡേ ചിലപ്പോൾ IT ആയിരിക്കും, മൺഡേ ചിലപ്പോൾ ഫാർമ ആയിരിക്കും, അല്ലെങ്കിൽ മെറ്റൽ ആയിരിക്കും. അപ്പോൾ ഓരോ ദിവസവും സെക്ടർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെയാണ് നോക്കുക, നമ്മൾ എടുത്തേക്കുന്ന സ്റ്റോക്കിന്റെ സെക്ടർ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ലോസ് ഇട്ടോ അല്ലെങ്കിൽ ബൈ കോസ്റ്റിലോ ഇട്ടിട്ട് ഗ്യാപ്പ് അപ്പിലോ വരുന്നെങ്കിൽ ബൈ പ്രൈസിൽ ഇട്ടിട്ട് ട്രേഡ് ചെയ്യുക. അല്ല എങ്കിൽ സെക്ടർ മോശമാണെങ്കിൽ ഉടനെ തന്നെ ഹിറ്റ് ചെയ്ത് ഇറങ്ങിയേക്കുക, കിട്ടിയതും കൊണ്ട് ഇറങ്ങിയേക്കുക. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ സെക്യൂർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പം ഈവൻ മിനിമം ലോസ് പോലും നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാതെ തന്നെ രാവിലെ തന്നെ ഇറങ്ങാം. സെക്ടർ മോശമാണെങ്കിൽ പിന്നെ അതിനകത്ത് പിടിച്ചു വന്നിട്ട് കാര്യമില്ല. ഓക്കെ, ഇതിലിപ്പോ ചാർട്ട് പാറ്റേൺസ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ടോ? അത് നോക്കാം, നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ലിക്വിഡിറ്റി പറഞ്ഞത്. ലിക്വിഡിറ്റി എങ്ങനെയാണെന്ന് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പം മാർക്കറ്റിൽ തന്നെ ഒരു മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് NSE അപ്രൂവ്ഡ് ബ്രോക്കേഴ്സ് ഉണ്ട്. അവരാണ് ഈ ലിക്വിഡിറ്റി ഹ്യൂജ് വോളിയം ബൈയും സെല്ലും ഇട്ടിട്ട് മാർക്കറ്റിൽ കൂടുതൽ ലിക്വിഡിറ്റി തന്നുകൊണ്ട് മാർക്കറ്റിനെ ബാലൻസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഹ്യൂജ് ട്രേഡ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഈ സ്റ്റോക്കിലോട്ടൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ലിക്വിഡിറ്റി ഇല്ലെങ്കിൽ അവരും വാങ്ങത്തില്ല. എന്ന് വെച്ചാൽ അവർക്ക് ഹ്യൂജ് ഒരു ഓർഡറാണ്. അവരുടെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ബൈയും സെല്ലും വേണം. അപ്പോൾ അല്ലെങ്കിൽ സെല്ല് അത്രയും ക്വാണ്ടിറ്റി ആരെങ്കിലും സെല്ല് ചെയ്താൽ മാത്രമേ അവർക്ക് പോയി. അപ്പോൾ അതിനകത്തൊരു ആർട്ടിഫിഷ്യൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് പറയുന്ന ബ്രോക്കേഴ്സ് ഉണ്ട്. അത് നമ്മുടെ സെബി രജിസ്റ്റേർഡ് ആൾക്കാർ തന്നെയാണ്. അവരിങ്ങനെ വാങ്ങി വിറ്റും കൊണ്ടിരിക്കും. അവന് ആ സ്പ്രെഡ് എന്ന് പറയുന്ന ആ ഒരു 500 വാങ്ങി 500.02 500.05 വിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ആ സ്പ്രെഡിന്റെ ഡിഫറൻസ് ആണ് അവരുടെ പ്രോഫിറ്റ്. അത് യൂഷ്വലി അങ്ങനെ
ചെയ്യുന്നതാണ് മാർക്കറ്റ് മേക്കേഴ്സിന്റെ ഒരു ജോലി. അപ്പോൾ മാർക്കറ്റ് മേക്കേഴ്സ് ആണ് മിക്കപ്പോഴും ഇത് ലിക്വിഡിറ്റി കിട്ടുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബിഡ് ആൻഡ് ആസ്കിനകത്ത് നമുക്ക് വരുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. അത് ഓൾമോസ്റ്റ് ഹിഡൻ ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ ബൈ ആൻഡ് സെല്ല് സ്ട്രാറ്റജി ഒക്കെ ഓൾമോസ്റ്റ് ഹിഡൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അത് നമുക്ക് ഫിസിക്കലി നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് റീറ്റെയിലേഴ്സിന്റെ ആണ് കൂടുതലും നമുക്ക് ഈ കാണുന്നതൊക്കെ. പക്ഷെ നമ്മളത് എപ്പോൾ മനസ്സിലാക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഏതെങ്കിലും സൈഡിൽ ലിക്വിഡിറ്റി സഡനായിട്ട് റെഡ്യൂസ് ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് മേക്കേഴ്സ് പതിയെ അവരുടെ പൊസിഷൻ പിൻവലിക്കുമ്പോഴാണ് ഒരു സൈഡിൽ ലിക്വിഡിറ്റി വളരെ പെട്ടെന്ന് കുറയുന്നത്. ആ സമയത്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റ് മേക്കേഴ്സിന് മനസ്സിലാവും ഒരു ഹ്യൂജ് ഓർഡർ വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം വരും. അവരുടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന ഓർഡറുകൾക്ക് ലോസ് സംഭവിക്കും. അതുകൊണ്ട് അവർ ആ ഓർഡറുകൾ പെട്ടെന്ന് പിൻവലിക്കും. അങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു ഇൻഡിക്കേഷൻ മാത്രം. അത് നല്ല തറവായിട്ട് നമ്മൾ ഈ ഓർഡർ ബ്ലോക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്കൊരു ഇൻസൈറ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ അതാണ് യൂഷ്വലി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഡർ വരാൻ പോകുന്നു എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ തരുന്നത്. അതായത് മാർക്കറ്റ് മേക്കേഴ്സ് പതിയെ അവരുടെ ഓർഡർ എല്ലാം പിൻവലിക്കും. അപ്പോൾ ഒരു നിങ്ങൾ നോക്കുമ്പോൾ ചില സമയത്ത് ഹ്യൂജ് ഡിഫറൻസ് വരുന്നതാണ് ബിഡ് ആൻഡ് ആസ്ക് തമ്മിൽ. അപ്പൊ ആ സമയത്ത് റീറ്റെയിലേഴ്സ് ഒരു സൈഡിലേക്ക് മറ്റേ മാർക്കറ്റ് മേക്കേഴ്സ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അവരുടെ ഇതെല്ലാം പിൻവലിച്ച് കഴിയുമ്പോഴായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ സൈഡിലേക്ക് റീപ്ലേസ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ലിക്വിഡിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ലിക്വിഡിറ്റി മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഓപ്ഷൻസ് ചെയ്യുന്നവർക്ക് ഭയങ്കരമായിട്ട് അറിയായിരിക്കും. ഇതിനകത്ത് പിന്നെ നമ്മുടെ തന്നെ മാർക്കറ്റ് ഓർഡർ, ലിമിറ്റ് ഓർഡർ, പിന്നെ ഐസ്ബർഗ് ഓർഡേഴ്സ്, ഡാർക്ക് പൂൾ പ്രോസസ്, ഇത് രണ്ട് കൺസെപ്റ്റ് ഞാൻ ഇന്നലെ മലയാളത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. Hiding the true size of the passive block accumulations by displaying only minor portions on public level to order books, refreshing automatically. ഐസ്ബർഗ് ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഹ്യൂജ് ഓർഡേഴ്സ് അടിയിലുണ്ടാവും. വളരെ ചെറിയ ഓർഡറുകൾ മാത്രമേ എക്സ്പോസ് ചെയ്യും. നേരത്തെ നമുക്കറിയാം, നമ്മൾ വിൽക്കുമ്പോൾ നമ്മളോട് ചോദിക്കുമായിരുന്നു ഡിസ്പ്ലേ ചെയ്യേണ്ട ഓർഡറുകൾ എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഡിസ്പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞ് ചോദിക്കും. ഇപ്പം ഞാൻ അങ്ങനെ കാണാറില്ല. നേരത്തെ ബ്രോക്കേഴ്സിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഷോ ചെയ്യേണ്ട എത്ര ക്വാണ്ടിറ്റി, നമ്മളിപ്പോൾ 100 ക്വാണ്ടിറ്റി വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 25 എണ്ണമായിട്ട് മാത്രമായിട്ട് ഷോ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഐസ്ബർഗ് എക്സിക്യൂഷൻ പൂൾസ് എന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. ഇപ്പോൾ 1,00,000 ക്വാണ്ടിറ്റി വിൽക്കുകയാണെങ്കിൽ അവർ കൊടുക്കുകയാണ് 100 ക്വാണ്ടിറ്റി വിൽക്കുന്നുള്ളൂ പറഞ്ഞാൽ 100 ക്വാണ്ടിറ്റി ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ നമ്മുടെ ലിമിറ്റ് ഓർഡർ. പക്ഷെ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി അടിയിലുണ്ടാവും. ഇപ്പോൾ ഡാർക്ക് പൂൾ ഓഫ് ഡയറക്റ്റ് റൂട്ടിംഗ് നോൺ ഡിസ്പ്ലേഡ് ബ്ലോക്സ് ട്രേഡ്സ് അറ്റ് OTC ഓൾട്ടർനേറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൽ അധികം ഇമ്പാക്ട് ഇല്ലാതെ ഹ്യൂജ് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. OTC ഓവർ ദ കൗണ്ടർ ട്രേഡ്സ് ആണ്. അതായത് ഡയറക്റ്റ് എക്സ്ചേഞ്ച് ആയിട്ട് നമ്മുടെ ആപ്പ് വഴി അല്ലാതെ ഓവർ ദ കൗണ്ടർ, അത് ബ്ലോക്ക് ഡീൽ, ബൾക്ക് ഡീലൊക്കെ മാതിരി ഓവർ ദ കൗണ്ടറിൽ ട്രേഡ് ചെയ്യാറുണ്ട്. അത്രയും ക്വാണ്ടിറ്റി നമുക്ക് മാർക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ അത് ഹ്യൂജ് ഇമ്പാക്ട് വരുമല്ലോ. അതിന് പകരം അവർ ഓവർ ദ കൗണ്ടർ ചെയ്യാം. അതായത് ഡാർക്ക് പൂൾ ഡയറക്റ്റ് റൂട്ടിംഗ് എന്നൊക്കെ പറയും. അത് എല്ലാം ലിക്വിഡിറ്റി ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോ അങ്ങനെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതല്ല, ഞാൻ പറഞ്ഞ ലിക്വിഡിറ്റിയുടെ ഒരു ഇത് പറഞ്ഞതാണ്. നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡറുകളൊക്കെ ഓൾമോസ്റ്റ് ഡിസ്പ്ലേ ആവും. ബിഡ് ആൻഡ് ആസ്കിനകത്തെ ഡിസ്പ്ലേ ആവും. ഐസ്ബർഗ് അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ട പോലെ തോന്നി. ഐസ്ബർഗ് അതിനകത്ത് വരാറുണ്ടോ? ബ്രോക്കർ ആപ്പിനകത്ത് വരാറുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട ക്വാണ്ടിറ്റി നമ്മളോട് ചോദിക്കും, എത്ര ഡിസ്പ്ലേ ചെയ്യണം. നമ്മൾ ലിമിറ്റ് ഓർഡർ ഇടുമ്പോൾ അതിനകത്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ട ഓർഡർ കാണിക്കാൻ പറയും. അല്ലെങ്കിൽ ഹൈഡ് ദ ഓർഡർ ക്വാണ്ടിറ്റി അങ്ങനെ ചോദിക്കുമായിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ. ഓക്കെ, അപ്പൊ അതാണ് ഇതിന് ലിക്വിഡിറ്റിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ലിക്വിഡിറ്റി ആണ് നമുക്ക് ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകൾ മാത്രം എടുക്കുന്നതായിരിക്കും BTSTക്ക് സേഫ്. ഇല്ലെങ്കിൽ എൻ്റെ പിന്നെ വളരെ ലിക്വിഡിറ്റി കുറഞ്ഞ പെന്നി സ്റ്റോക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ചിലപ്പോൾ ഡെലിവറി കിട്ടത്തില്ല, ചിലപ്പോൾ നെക്സ്റ്റ് ഡേ വിൽക്കാൻ പറ്റിയെന്ന് ഇരിക്കത്തില്ല. അപ്പൊ അത് നോക്കിയിട്ടിരിക്കുക. എസ്പെഷ്യലി നിഫ്റ്റി 100 വരെയുള്ള സ്റ്റോക്കുകളൊക്കെ നല്ല ലിക്വിഡാണ്. അതിനകത്തൊക്കെ വരുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പൊ ഇതിന്റെ ട്രേഡിംഗ് വ്യൂവിന്റെ നമ്മൾ നോക്കിയായിരുന്നല്ലോ അല്ലേ?
അതിന് ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിക്കാന്ന് പറഞ്ഞു. ഞാൻ ഗോചാർട്ടിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തായിരുന്നു കേട്ടോ. ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് ഇത് കാണിക്കാം, ഇംബാലൻസ് ചാർട്ട് കാണിക്കാം. ഇംബാലൻസ് ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വന്നില്ലേ? ഇംബാലൻസ് ഇത് BTC/USD, സോറി. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓരോ ക്യാൻഡിലും നടക്കുന്ന ട്രേഡ്, ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്ന വാല്യൂസ് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. സെല്ല് ഏറ്റവും കൂടുതൽ നടന്ന പ്രൈസ് ഇതാണ്. ഈ ഒരു 1278 നടന്നത്. ബൈ ഏറ്റവും കൂടുതൽ നടന്നത് ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. അപ്പൊ ഓരോ ക്യാൻഡിലും ഫോം ചെയ്യുന്നതിനിടയ്ക്ക് ഓരോ പ്രൈസ് ലെവലിൽ വന്നിട്ടുള്ള ബൈയും സെല്ലും ക്വാണ്ടിറ്റീസ് ആണ് ഈ കാണുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓരോ ചാർട്ടിന്റെ ഓരോ ക്യാൻഡിലിനും ബൈയും സെല്ലും ഉണ്ടാവും. അതിന്റെ ബൈയുടെ സെല്ലിന്റെ ഒരു നെറ്റ് എഫക്റ്റ് ആണ് ആ ക്യാൻഡലിന്റെ ഷേപ്പ് കണ്ടത്. ഈ ക്യാൻഡലിൽ ഇവിടെ നിന്നെല്ലാം സെല്ല് വന്നു. ഈ സെല്ല് ഈ ബൈ എല്ലാം അബ്സോർവ് ചെയ്തു. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ബൈ ഓർഡേഴ്സ് ഇവിടെ ഉള്ള കാരണം ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്ത് ഇവിടെ ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഓരോ ക്യാൻഡിലും ഫോം ചെയ്യുന്നത്. ഇതാണ് ഇംബാലൻസിനകത്ത് വരുന്നത്. ക്ലസ്റ്റർ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ക്ലസ്റ്ററിലും കാണിക്കുന്നത്, ക്ലസ്റ്റർ ചാർട്ട്. പിന്നെ ഇതിനകത്ത് വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈൽ ഉണ്ട്. മാർക്കറ്റ് പ്രൊഫൈൽ ഞാൻ നോക്കട്ടെ. വരുന്നില്ലേ? ആക്ച്വലി ഞാൻ സെറ്റ് ചെയ്തില്ല, അതാണ് സെറ്റ്. ഞാൻ ജസ്റ്റ് സബ്സ്ക്രിപ്ഷൻ എടുത്തതേ ഉള്ളൂ, അതിനകത്ത് തന്നെ സെറ്റ് ചെയ്തില്ല ആക്ച്വലി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈലിൽ ഏറ്റവും കൂടുതൽ സമയം പ്രൈസ് സ്പെൻഡ് ചെയ്ത ഒരു ഏരിയ ആണിത്. അതാണ് ഇത് ഇത്രയും കൂടുതൽ ലെറ്റേഴ്സ് ഇവിടെ വരുന്നത്. ഓരോ പ്രാവശ്യം പ്രൈസ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓരോ ലെറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ POC എന്ന് പറയുന്നത്. 1200. അത് ഏറ്റവും കൂടുതൽ നേരം മാർക്കറ്റ് സ്പെൻഡ് ചെയ്ത ഒരു ഏരിയ. ഇവിടെ നോക്കിയറിയാം, ഏറ്റവും കൂടുതൽ നേരം മാർക്കറ്റ് സ്പെൻഡ് ചെയ്ത ഒരു ഏരിയ ആണിത്. ഇതാണ് അതിന്റെ വാല്യൂ ഏരിയ ലോ, വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത്. ഓൾവേസ് മാർക്കറ്റ് ഈ ഒരു ഏരിയക്കുള്ളിൽ 70% ഓഫ് ദ ഏരിയ. രാവിലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് കിട്ടും. മോസ്റ്റ്ലി മാർക്കറ്റ് ഈ ഒരു ഏരിയക്കകത്ത് തന്നെ ആയിരിക്കും മാർക്കറ്റ് സ്പെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബോളിഞ്ചർ ബാൻഡൊക്കെ പഠിച്ചപ്പോൾ 2 സിഗ്മ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. 95% ഓഫ് ദ ടൈം മാർക്കറ്റ് അവിടെ സ്പെൻഡ് ചെയ്യും. 2 സിഗ്മയ്ക്ക് ഇടയ്ക്കായിരിക്കുമല്ലോ സ്പെൻഡ് ചെയ്യും, 2 സ്റ്റാൻഡേർഡ് ഡിവിഷൻ. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. 70% ആണിത് മോസ്റ്റ് ഓഫ് ദ മാർക്കറ്റ്. ഇത് മേളിൽ പോയാലും തിരിച്ചിങ്ങോട്ട് വരും. ഈ ഒരു POC ഒരു മാഗ്നറ്റ് മാതിരിയാണ്. ഓൾവേസ് ആൾക്കാർ ഇതൊരു ഫെയർ വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് ചെയ്യപ്പെടുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചുള്ള ഒരു ഫെയർ വാല്യൂ. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാക്സിമം അല്ലെങ്കിൽ ഹ്യൂജ് ബൈ ചെയ്യുന്നവർ എപ്പോഴും ഈ ഒരു ഏരിയയിലായിരിക്കും ബൈ ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് എങ്ങോട്ട് പോയാലും ആ ഒരു ദിവസം പലപ്പോഴും ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാറുണ്ട്. ഈ ഒരു POC രാവിലെ തന്നെ ഫോം ആവും, പോയിന്റ് ഓഫ് കോൺടാക്ട് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ എപ്പോഴും. ഇതാണ് മാർക്കറ്റ് പ്രൊഫൈലിൽ POC എന്ന്. ഇനി വോളിയം പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ വോളിയം പ്രൊഫൈലിലും POC ഉണ്ട്. ഇത് കുറച്ച് ഇൻഡെപ്ത് കൺസെപ്റ്റുകളാണ്. ഞാൻ ജസ്റ്റ് ഇത് എടുത്തതുകൊണ്ട് ഞാൻ കാണിച്ചു. ഇതിപ്പോൾ POC, ഇതിന്റെ POC എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ POC. അതായത് ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ്, ഇത് വോളിയം പ്രൊഫൈലാണ്, ഇത് മാർക്കറ്റ് പ്രൊഫൈലാണ്. ഏറ്റവും കൂടുതൽ വോളിയം സ്പെൻഡ് ചെയ്ത് ഈ ഒരു പ്രൈസ് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നത്. ഇത് വോളിയം POC ആണ്. അപ്പോൾ സ്റ്റോക്ക് നോക്കിയത് ഈ ഒരു ഏരിയ ഇവിടെ പോയി, ഈ ഒരു ഏരിയ മിക്കപ്പോഴും ഈ ഒരു വാല്യൂ ഏരിയ ഹൈക്കും വാല്യൂ ഏരിയ ലോയ്ക്കും ഇടയിലായിരിക്കും ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, തിരിച്ച് ഈ ഒരു
വാല്യൂ വരും. ഇത് മുകളിലേക്ക് വരുമ്പോൾ താഴേക്ക് വരുന്നത് മുകളിലോട്ട് ഇങ്ങനെ ഇതിനകത്ത് തന്നെ ആയിരിക്കും. അത് ഡിപ്പെൻഡിങ് ഓൺ അതർ കണ്ടീഷൻസ് കൂടെ നമ്മൾ നോക്കണം. ഇത് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇംബാലൻസ്ഡ് ആയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് ഞാൻ നിങ്ങളെ കാണിക്കാന്ന് പറഞ്ഞ് പറ്റിച്ചതാണ്. അപ്പൊ ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ല. ഇത് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമേ ഇതിനകത്ത് കാണാൻ പറ്റൂ. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഞാൻ കാണിച്ചിരുന്നു. ഓക്കെ, നമുക്ക് BTS സ്ക്രീനറിലല്ലേ പോണ്ട. ഓക്കെ, നമ്മൾ സ്ക്രീനറിൽ എന്റെ സ്ക്രീനിൽ ഒരുപാട് വന്നല്ലോ. ഇതിനകത്ത് ഒരുപാടാണ് വന്നിട്ടുണ്ടായിരുന്നല്ലേ. ഇത് ഉണ്ടാക്കിയായിരുന്നോ? ഓക്കെ, ഇതിനകത്ത് ഒന്നുമില്ല. നമ്മൾ 3 മണി കഴിഞ്ഞ് നോക്കിയാൽ മതി. 3 മണിക്കും 3:30ക്കും ഇടയ്ക്കാണ് നമ്മൾ ഇതെടുക്കുന്നത്. അതായത് 3 മണി കഴിഞ്ഞ് ഓളിയം അക്യുമുലേറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല ഓളിയം അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അത് ബ്രേക്ക്ഔട്ട് ചെയ്യണം. ഇപ്പൊ ഈ ATR 40 എന്നുള്ളത് ATR above 20 ആണ് ഇച്ചിരി സ്ട്രോങ് വരുന്നത്. ATR 20 വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഒന്നും കിട്ടത്തില്ല. അതാണ് പ്രശ്നം. ഓക്കെ, ബിലോ ആയിരുന്നോ? എബോ 10 ആയിരുന്നോ? വരുന്നില്ലേ? ബിലോ ആയിരുന്നു തോന്നല്ലേ? ഓക്കെ. RSI നമ്മൾ പഠിച്ചാണ്. RSI 60 എബോ ആണ് ഒരു ബ്രേക്ക്ഔട്ട് വരുന്നത്. RSI അതുകൊണ്ടാണ് നമ്മൾ 55 എടുത്തത്. 75 നമ്മൾ ലിമിറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു BTST സ്റ്റോക്ക് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 80% വരെയൊക്കെ പോകത്തുള്ളൂ. ഈ ഒരു സെയിം BTST കൺസെപ്റ്റ് നമ്മൾ പ്രീവിയസ് ബാച്ചിൽ പഠിച്ച് ബോളിഞ്ചർ ബാൻഡ് വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ബോളിഞ്ചർ ബാൻഡ് വെച്ചിട്ടുള്ള BTST അധികം വർക്ക് ചെയ്യുന്നില്ല. ആ സ്ക്രീനർ എൻ്റെ ഉണ്ട്. പക്ഷെ മാർക്കറ്റ് നല്ല ഒരു ബുള്ളിഷ് ഓവറോൾ ബുള്ളിഷ് കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ ഇത് ഒരു എക്സലന്റ് BTST ആയിരുന്നു. ഇഷ്ടംപോലെ ട്രേഡ് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇത് അധികം വർക്ക് ആവാറില്ല. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നെക്സ്റ്റ് ഡേ മിക്കപ്പോഴും ബ്രേക്ക് ഡൗൺ ആയിരിക്കും, ഗ്യാപ് ഡൗൺ ആയിരിക്കും. അപ്പോൾ ബോളിഞ്ചർ ബാൻഡ് അപ്പർ ബാൻഡ് ഫയർ ചെയ്താലും അത് മുകളിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി വളരെ കുറവാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. അപ്പോൾ തൽക്കാലം ഇത് വർക്ക് ചെയ്യുന്നില്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ബോളിഞ്ചർ ബാൻഡ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇവിടെ നോക്കാം. ഇത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കാം നാളെ ഏതൊക്കെ സ്റ്റോക്കുകൾ വരും, അല്ല ഈ 3 മണി കഴിഞ്ഞുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ വന്നത് നെക്സ്റ്റ് ഡേയിൽ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ക്ലോസിന് മുകളിൽ വന്നിട്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് മോണിറ്റർ ചെയ്യാം. ഇത് മോണിറ്ററിന് വേണ്ടി വിടാം. പക്ഷെ നമുക്ക് ഇവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പ്രൊവിഷൻ ഉണ്ടല്ലോ. ഇവിടെ ATR 14 അതിന്റെ കണ്ടീഷൻ ഒന്ന് പറയാമോ? അതെന്തുകൊണ്ട് എടുത്തതെന്ന് ഏതാ? ATR 14 ബിലോ 10%. ATR എന്ന് പറഞ്ഞാൽ ആവറേജ് ട്രൂ റേഞ്ച് ആണ്. നമ്മൾ ADX അല്ല എടുത്തേക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഒരു ദിവസം പോകുന്ന റേഞ്ച് ആണ്. അപ്പം 10% താഴെ നമ്മൾ കൊടുത്തത് നമ്മൾ UC LC സ്റ്റോക്കുകൾ പെന്നി സ്റ്റോക്കുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ATR കൊടുത്തിരിക്കുന്നത്. ഇത് മൊമെന്റം അല്ല. മൊമെന്റം വരുന്നത് ADX ആണ്, ഡയറക്ഷൻ ഇൻഡെക്സ് ആണ്. ADX നമ്മൾ കൊടുത്തിട്ടില്ല. ATR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ട്രൂ റേഞ്ച് ആണ്. ഒരു ദിവസം ഒരു സ്റ്റോക്ക് 10% മുകളിലേക്കോ താഴേക്കോ പോവാം എന്നുള്ളവരാണ്. അപ്പോൾ 10% വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് UC സ്റ്റോക്ക് ആയിരിക്കത്തില്ല. ഇതൊന്നും UC അടിച്ചിട്ടില്ല. കണ്ടില്ലേ? മനസ്സിലായോ? അപ്പൊ അതും പ്രൈസ് ചേഞ്ചുമായിട്ടുള്ള വ്യത്യാസം എന്താ വരുന്നത്? 10% താഴെയാണ്. പ്രൈസ് ചേഞ്ച് ചെയ്തിട്ടില്ല. അല്ല, അപ്പൊ ATRഉം പ്രൈസ് ചേഞ്ച് രണ്ടും ഒരേപോലെയാണോ വർക്ക് ആവുന്നത്? ഒരു ദിവസം ATR എന്ന് പറഞ്ഞാൽ ആവറേജ് ട്രൂ. ഒരു ദിവസം ആ സ്റ്റോക്ക് ATR 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് 10% മുകളിലോട്ടോ 10% താഴോട്ടോ പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ATRനെ കുറിച്ച് പഠിച്ചതാണ്. അപ്പൊ അത് 10% ഒരു ദിവസം ആ സ്റ്റോക്ക് മുകളിലേക്ക് താഴേക്ക് എങ്ങോട്ട് പോകാന്ന് പറയത്തില്ല. ADX മാതിരി തന്നെ എങ്ങോട്ട് പോകുമെന്ന് പറയത്തില്ല. പക്ഷേ ATR ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ ആ സ്റ്റോക്ക് 10% താഴെയാണ്. അത് പെർസെന്റേജ് ചേഞ്ച് 10% താഴെയാണ് നിൽക്കുന്നത്. UC അടിച്ചിട്ടില്ല. 10% ആണ് UC അടിക്കും. ഇനി ഇതില്ലെങ്കിൽ 20% വരെയെങ്കിലും പോകാം. ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇതിനകത്ത് വന്നിട്ടില്ല കണ്ടീഷൻസിനകത്ത്. ATR ലെസ് ദാൻ 10 കൊടുത്തിരിക്കുന്നത് UC അടിക്കാത്ത സ്റ്റോക്കുകൾ എടുക്കാൻ. UC അടിച്ച സ്റ്റോക്കുകൾ എന്ത് സംഭവിക്കുന്നത് നെക്സ്റ്റ് ഡേ ചിലപ്പം
അത് റിവേഴ്സ് ആയെന്നിരിക്കാം. അതുകൊണ്ടാണ് അത് ATR ബിലോ നമ്മൾ കൊടുത്തേക്കുന്നത്, ബിലോ 10% മനസ്സിലായല്ലേ? ജസ്റ്റ് UC അടിക്കാത്ത, UC LC ഇല്ലാത്ത പെന്നി സ്റ്റോക്കുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ ADX വേണമെങ്കിലും കൊടുക്കാം. ADX നോക്കട്ടെ, ADX അത് എത്ര ഫിൽട്ടർ ആവുന്ന എനിക്കറിയില്ല. ADX എന്ന് പറഞ്ഞാൽ ആവറേജ് ഡയറക്ഷൻ ഇൻഡെക്സ്, അതൊരു മൊമെന്റം കാണിക്കാനാണ്. ADX എബോവ് 20 ആണെങ്കിൽ ഒരു സ്ട്രോങ്, അത് പോസിറ്റീവ്. ADXന് 2 ഫാക്ടർ ഉണ്ട്, DI പ്ലസും DI മൈനസും. അപ്പോൾ DI പ്ലസ് ആണെങ്കിൽ, DI പ്ലസ് 20ക്ക് മുകളിലാണെങ്കിൽ ആ സ്ട്രോങ് ബുള്ളിഷ് മൊമെന്റം ആണ് ആ സ്റ്റോക്ക് കാണിക്കുന്നത്. അപ്പോൾ ADR എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടിന്റെ കൂടെ DI പ്ലസിന്റെ DI മൈനസിന്റെ കൂടെ നെറ്റ് വാല്യൂ ആണ് യൂഷ്വലി കിട്ടുന്നത്. ഉണ്ട്, DI പ്ലസ്, DMI പ്ലസ്, DMI നെഗറ്റീവ്, രണ്ടെണ്ണം ഉണ്ട്. ട്വന്റി കൊടുത്തു നോക്കാം ഏതൊക്കെ സ്റ്റോക്കാണ്. 20 ഇതെല്ലാം ADX നല്ല സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്കാണ്, മൊമെന്റം കൂടുതലുള്ളതാണ്. ADX ഡയറക്ഷൻ ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 20. ഇപ്പോൾ ഒന്നും എലിമിനേറ്റ് ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ 50 കൊടുത്തു നോക്കാം. 50 എന്ന് പറഞ്ഞാൽ ഹൈലി ബുള്ളിഷ് ആണ്. 50 വല്ല സ്റ്റോക്ക് 50 വരാൻ സാധ്യതയില്ല. വളരെ റയർ ആയിട്ട് സ്റ്റോക്കുകൾ 50 വരത്തുള്ളൂ. 25 ഉണ്ടോ? 25 കുറഞ്ഞുണ്ടോ? 20 ആണ് ബുള്ളിഷ്. കഴിഞ്ഞ ക്ലാസ്സിൽ